മലയോര പ്രസാദം അകന്നു പോകുന്നതിനാണ് ആത്മീയ മരണം. ഒരുവൻ മാരകമായ പാപം ചെയ്യുമ്പോൾ ക്രിസ്തുവിന് മുൻപ് ക്രിസ്തു ആ അവസ്ഥയെ മാറ്റിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ മേൽ വിജയം നേടിയിരിക്കുന്നു. അത് പ്രപഞ്ചം മുഴുവനും വേണ്ടിയാണ്. അപ്പോൾ ആ ഉത്ഭവ പാപം മൂലം അവരുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു. എളുപ്പം മനസ്സിലാകാൻ, പൈശാചികതയിൽ ആയിരിക്കുന്നു അവർ. ആ പൈശാചിക അവസ്ഥയിൽ അവർ ജീവൻ്റെ വൃക്ഷത്തിൽ കൈവീശി കാണിച്ചേ, ആ പൈശാചിക അവസ്ഥയിൽ അവർ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ച് അമർത്യരായാൽ ഏതവസ്ഥയിൽ അമർത്യരാകും? പൈശാചിക അവസ്ഥയിൽ അമർത്യരാകും. പിന്നെ അവരെ മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവരാരാവും? അവർ പിശാച് തന്നെയായി മാറും. അതുകൊണ്ട് വാത്സല്യനിധിയായ പിതാവ് താൻ തൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച മക്കളെ, തൻ്റെ ആത്മാവ് നൽകിയ മക്കളോട് എന്ത് പറഞ്ഞു? മക്കളെ, ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വരാനിരിക്കുന്ന ആ ദിവ്യ കുഞ്ഞാടിൻ്റെ അച്ചാരമെന്നോണം നിങ്ങൾക്ക് തുകൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി തരാം. എങ്ങനെ തുകലുണ്ടാക്കി? കുഞ്ഞാടുകളെ കൊന്നിട്ടാകാം. കുഞ്ഞാടുകളെ കൊന്ന് കുഞ്ഞാടുകളുടെ രക്തം പുരണ്ട തുകൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷകൻ വരും. അതിൻ്റെ മുന്നോടിയാണിത്. ധൈര്യമായിരിക്കുക. ഒരു പാപത്തിനും നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരരുത്. നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുഞ്ഞുമക്കളോ ആരും ഈ ജീവൻ്റെ വൃക്ഷത്തുമേ തുടരുത്. അതുകൊണ്ട് ഞാൻ അവയ്ക്ക് കെരൂബുകളെ കൊണ്ട് വാളുമേന്തി കാവൽ നിർത്തിയിരിക്കുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രതി ഏതേൻ തോട്ടം അടയ്ക്കാൻ പോവുകയാണ്. രക്ഷകൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. അതുവരെ നിങ്ങൾ പോയിക്കൊള്ളൂ. ഒന്ന് സ്തുതിക്കാം നമുക്ക്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് 4 മണി വരെ സമയമുള്ളൂ, ഇല്ലേ? 4 മണിക്ക് എല്ലാവരും വീട്ടിൽ പോകേണ്ടവരാണ്. കുറച്ചും കൂടി ലേറ്റ് ആക്കണോ? വേണ്ട. ഓക്കെ, ഇപ്പോൾ കൂടി വന്നാൽ അരമണിക്കൂറേ ലേറ്റ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ 4 മണിക്ക് തന്നെ നിർത്താം. കാരണം നമ്മൾ ബസ്സൊക്കെ പിടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ കഞ്ഞിയും കറിയും വയ്ക്കാൻ സമയമായി. ആൾക്കാരെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പിതാവ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന കൊണ്ട് ഈ ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല. ഇത് വലിയൊരു കാര്യമാണിത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് തായോ. വലിയ സംഭവങ്ങൾ നടക്കൂട്ടോ, വലിയ സംഭവങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ സംഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഭൗതികമായ ഒരു കാഴ്ചപ്പാടിലൂടെ എനിക്ക് പ്രാർത്ഥന വരാറില്ല. സ്വർഗസ്ഥനായ പിതാവ് തന്നെ അന്നു വേണ്ട ആഹാരമെന്ന് പറയുന്നത് തന്നെ ഭൗതികമായ ആഹാരമല്ല. കാരണം അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ച് ആവലപ്പെടേണ്ട. അപ്പോൾ പിന്നെ അതിനുവേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ല. ഈ അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനുള്ള ആഹാരമാണ്, നമ്മുടെ ആത്മാവിൻ്റെ വെളിച്ചമാണ്, നമ്മുടെ ആത്മാവിനുള്ള ജ്ഞാനമാണ്. നമ്മുടെ കുഞ്ഞുമക്കളിലും ലോകം മുഴുവനിലേക്കും ഈ ആത്മീയ ജ്ഞാനവും ആത്മീയ ഭക്ഷണവും ഒഴുകണം. അത് ദൈവം മുൻകൂട്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ അവൻ്റെ കാഴ്ചപ്പാട് ലൗകികതയിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഈ ആത്മീയമായ ദാനത്തെ അറിയുന്നില്ല. ഞാൻ ഇന്നോരം പ്രാർത്ഥിച്ചിട്ടുള്ള, ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയതാണ്. ഇന്ന് മുഴുവനും കുർബാനയിലൊക്കെ ആ അനുഭവമായിരുന്നു. നീ ഒരു ഏകാന്തതയിൽ എന്നോടൊപ്പം
ഇന്ന് കുർബാനയിലൊക്കെ ഞാൻ ആ കുഴിയിൽ അകത്തേക്ക് പോയ ഒരു അവസ്ഥയായിരുന്നു. ഈശോയുടെ കൂടെ കുഴിയുടെ അകത്ത്. ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ തനി പട്ടാണെന്ന് പറഞ്ഞു. ആരോടും പറയണ്ട. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് നയിച്ചോളും. നമ്മൾ ഭൗതികത വിട്ടാണെങ്കിൽ ആത്മീയതയിൽ നമുക്ക് ഉയരാൻ പറ്റും. ആത്മീയതയിൽ ഉയരുമ്പോൾ ആദ്യം കുറച്ച് കഷ്ടത, ബുദ്ധിമുട്ട്, തകർച്ച ഇതൊക്കെ ഉണ്ടാവും. 3 കാര്യം ഉണ്ടാവും: പെർസിക്യൂഷൻ, ഒബ്ജക്ഷൻ, ഒബ്സ്ട്രക്ഷൻ. പലതരത്തിലുള്ള അത് നമ്മളെ പരീക്ഷിച്ച് നോക്കിയാണ് ഇവൻ എത്രത്തോളം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ പരീക്ഷകളെ എന്തുണ്ടായാലും നമ്മൾ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല, പച്ചയായ പുൽത്തകിടിയിൽ അവൻ എന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ വചനമാണ്. വചനത്തിൻ്റെ ഭക്ഷണവും അതിൻ്റെ വെളിപാടുകളും തരും നമുക്കെന്നാണ് അർത്ഥം. ജലാശയത്തിലേക്ക് കൊണ്ടുപോകും പരിശുദ്ധാത്മാവെന്നാണ് അർത്ഥം. ഇരുളടഞ്ഞ താഴ്വരകളിലൂടെ പോയാലും അവനെൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ വിഷമിക്കണ്ട. അതാണ്, നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ പാപങ്ങൾ തന്നെ ഉണ്ടായാലും അതിൽ നിന്ന് മോചിപ്പിക്കാനല്ലേ കർത്താവ് വന്നേക്കണേ. അങ്ങേർക്ക് ആ പണി അറിയോ ഇല്ലയോ? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണോ? അതാണ് നമ്മൾ കണ്ട് കർത്താവിനെ പഠിപ്പിക്കണമാതിരി ഇന്ന പാപത്തിൽ നിന്ന് മോചിപ്പിക്കണ കർത്താവ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടാകുന്നു അല്ല, നമ്മളുടെ വിശ്വാസമാണ്. കർത്താവ് ഈശോ മിശിഹ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവനിലൊന്ന് വിശ്വസിച്ചാൽ മതി, സകലതും വിശുദ്ധീകരിക്കപ്പെടും, ഭൂമുഖം പുതിയതാക്കപ്പെടും. അപ്പോൾ പിതാവ് എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ കൂടാരം പൊളിക്കണം. കൂടാരം പൊളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരത്തിന് വലിയൊരു അർത്ഥം വരാണില്ലേ? അവരവരുടെ കൂട് പൊളിച്ചു എന്ന് പറയണത്. ഈ കൂട് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഭൗതികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള തെറ്റായ ചില ബോധ്യങ്ങളാണ്. അത് പൊളിക്കണം. അവിടെ പൊളിച്ച ആളെ അങ്ങ് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ചെയ്തോളും കാര്യം. അവരുടെ വിശ്വാസം കണ്ടിട്ട്. അതാണ് ഫരിസേയരോട് ഈശോ ചോദിച്ചു. ഫരിസേയർ ഈശോയോട് ചോദിച്ചു, എന്ത് പ്രവൃത്തിയാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു പ്രവൃത്തി? കാരണം അവർ വിചാരിക്കണത് ഇച്ചിരി ദശാംശം കൊടുക്കുകയും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കാര്യം സാധിച്ചു. കണ്ടോ, എന്തിനൊക്കെ അവർ ഉപ്പിനും തുളച്ചിരിക്കുകയൊക്കെ ദശാംശം കൊടുക്കും. എന്നാൽ നിയമത്തിൻ്റെ കൂടുതൽ വിലപ്പെട്ട കാര്യങ്ങൾ അവർ ഗൗനിക്കുന്നേയില്ല. എന്താണത്? കരുണ, വിശ്വസ്തത ഒന്നും. അപ്പം അവർ അനുഷ്ഠാനം എന്ത് ചെയ്യണം? ഈശോ എന്ത് പറഞ്ഞു? യോഹന്നാൻ 6:29 ഈശോ എന്ത് പറഞ്ഞു? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രവൃത്തി. കണ്ടോ, നമ്മൾ ഇത് പറയുമ്പോൾ ഉടനെ യാക്കോബ് ശ്ലീഹയിൽ പോകണ്ട. യാക്കോബ് ശ്ലീഹയിൽ പറയണ പ്രവൃത്തി, ഒരു വിശ്വാസി സ്വന്തം സഹോദരനെ, നമുക്ക് ചുറ്റുമുള്ള സഹോദരരെ, അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പരിഗണിക്കാൻ അവൻ തയ്യാറാകണം. കഷ്ടിച്ച് ഒരു ഉടുപ്പില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കണം. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അതാണ് ഒരു പ്രവൃത്തി. എന്നാൽ ഇവിടെ പറയുന്ന പ്രവൃത്തി വിശ്വാസം എന്ന പ്രവൃത്തി. ആ വിശ്വാസത്തിൽ അപ്പോൾ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ല ആരും വരുന്നത്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കാര്യം പിതാവ് ഒരുക്കിയിരിക്കുന്നത്, അതിൽ പ്രധാന ഇത് അബ്രാഹാം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് വിശ്വാസം കൊടുക്കണം. അവൻ വല്ലതും ചെയ്തിട്ടാണോ? അവനൊന്നും ചെയ്തിട്ടില്ല. വിശ്വാസം ദാനമാണ്. രണ്ടാമത്, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഇന്ന് കൂടുതൽ ആഴമായി പതിഞ്ഞോ ഇല്ലയോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് നമ്മൾ 3 പേരുടെ ഒരു ഗ്രൂപ്പാകുക. എന്നിട്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നു, 2 പേർ ആ ഇരിക്കുന്ന അല്ലെങ്കിൽ മുട്ട് നിൽക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് ഹൃദയം തുറന്ന് ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, യേശുവേ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും 3 പേരുടെ ഗ്രൂപ്പായി നിന്നുകൊണ്ട് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടാവും. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന വരം ഞങ്ങളിൽ അഭിഷേകമാകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന വരം, ഉന്നതമായ വരം ഞങ്ങൾക്ക് അഭിഷേകമാകണമേ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരാൾ മുട്ടുകുത്തുന്നു, രണ്ടുപേർ മുട്ടുകുത്തിക്കുന്ന ആളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവർ കസേരയിൽ ഇരുന്നാലും മതി. ഇപ്പോൾ നമ്മൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മകളിലുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാകുന്നതിന് ഇവൻ ആഗ്രഹിക്കുന്നത് കർത്താവ് കൊടുക്കും. നിന്റെ വിശ്വാസം വലുതാണ്. പരിശുദ്ധാത്മാവേ, മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാക്കണമേ. ശലബല ഹലബല ഹലബല. മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, മധ്യസ്ഥ പ്രാർത്ഥന വരം ഏകാന്ത പ്രാർത്ഥനയ്ക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന വരം കൂടുതൽ അഭിഷേകമാക്കണമേ. ജീവിക്കും ദൈവത്തിൻ നവ്യമാ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ മകന് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഹർറബ്ബാ, 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 റബ്ബ 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 ശലബല ബല 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 ബല. Thank you. Thank you, Jesus. Thank you, Jesus. Thank you. സാവധാനം എഴുന്നേൽക്കുക. അടുത്ത ആൾ മുട്ടുകുത്താം. പൂർണ്ണമായ പുതിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ വരം ഇപ്പോൾ അതിശക്തമായി തുറക്കാൻ പോവുകയാണ്. ശാല ഹലബല ഹലബല ഹലബല. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വരം കൂടുതൽ വികസിക്കണമേ, കൂടുതൽ തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, തുറക്കണമേ. പരിശുദ്ധാത്മാവേ, തുറക്കണമേ.
മധ്യസ്ഥ പ്രാർത്ഥന വരം തുറക്കണമേ. ശല ഹല ബല ഹല ബല ശാല ബല 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 ശാല ബല 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 ബല. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. റോക്കറ്റിന് തീ കൊടുത്ത പോലെ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ അരൂപിയേ വസിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. പരിശുദ്ധാത്മാവേ, ഈ മക്കൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അതിശക്തമായ വരം കൊടുക്കണമേ. ഇവൾ ചോദിക്കുന്നത് എന്തും സംഭവിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. മൂന്നാമത്തെ ആൾ, 4 പേരുണ്ടെങ്കിൽ 2 പേര് മുട്ടുകുത്തി, ബാക്കി 2 പേര് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ആൾക്ക് വേണ്ടി 2 പേർ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ മകനിൽ ഈ മകളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാകണമേ, അഭിഷേകമാകണമേ, അഭിഷേകമാകണമേ. തുറക്കണമേ, 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 തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബല ഹലബല ഹലബല ഓ ശലബല ഹലബല ഹലബല ശലബല. കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ശലബല ബല 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 ശാല ബല 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 ബല. ശാല ബല 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 ശാല ബല 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 ശാല ബല 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 റബ്ബ 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 ശാല ബല 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 റബ്ബ 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 ശാല ബല ബല എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും കരമുയർത്തി നമ്മുടെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഈ ജൂബിലി ആഘോഷ വേളയിൽ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുഴുവനും പവർ ഹൗസാണ് അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. പവർ ഹൗസ്. ഈ നവീകരണ പ്രസ്ഥാനം ഒരു വലിയ ട്രെയിൻ പോലെയാണ്. ആ ട്രെയിനിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. എയർ കണ്ടീഷൻ കമ്പാർട്ട്മെൻറ്റ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്, പാൻട്രി കാർ എല്ലാം ഉണ്ട്. പക്ഷേ ഏത് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായാലാണ് ഇത് ഓടണേ? എന്ത് വേണം? എൻജിൻ.
എന്നപോലെ നവീകരണത്തിൽ പ്രീച്ചിങ് മിനിസ്ട്രി ഉണ്ട്, ഹോം മിനിസ്ട്രി ഉണ്ട്, യൂത്ത് മിനിസ്ട്രി ഉണ്ട്, ഒരുപാട് മിനിസ്ട്രികളുണ്ട്. പക്ഷെ എന്തുണ്ടാകണം? പവർ ഹൗസ്. ആ പവർ ഹൗസാണ് മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി. അതുകൊണ്ട് നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. ഇത് ആരും പരിഗണിക്കുന്നില്ലെങ്കിലും സ്വർഗത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആർപ്പുവിളികളോടെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ, പരിശുദ്ധാത്മാവേ ഈ കേരള കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തെ നവീകരിക്കണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലബല ഹലബല. കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമേ. പുതിയ ദാനങ്ങൾ കൊടുക്കണമേ, ജ്ഞാനം കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ഒഴുകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ നവീകരണ പ്രസ്ഥാനത്തിൽ കത്തിപ്പടരണമേ. റോക്കറ്റ് പോലെ ഇത് ഉയരട്ടെ. ഹർറബ്ബ, ഹർറബ്ബ, ഹർറബ്ബ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള മൂഡ് വരുന്നുണ്ട്, പക്ഷെ സമയമില്ല. ഇനി നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പ്രാർത്ഥന ശരിക്കും റോക്കറ്റ് പോലെ പോകും. ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കുക. ഒരു മിനിറ്റ് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇത്രയും ഇന്നൊരു ദിവസത്തെ ഈ പ്രാർത്ഥനാ യോഗത്തിലൂടെ നിങ്ങൾ എന്ത് സമ്പാദിച്ചു, എന്തുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും നന്ദി പറയാവുന്നതാണ്.